ഹലോ കൂട്ടുകാരെ, ദേവൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുക്കാവേ. ഞാനൊരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സോസൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പം ഞാൻ അരിഞ്ഞെടുത്ത തക്കാളി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാവേ. അതിനുശേഷം ഞാനൊരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 2 മതി. 2 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി നല്ല രീതിയിൽ വെന്ത് വരണം കേട്ടോ. നല്ല രീതിയിൽ വെന്ത് വരുന്നതോടെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അതിന് ശേഷം വെന്തതിന് ശേഷം തണുക്കാൻ വെക്കണം. അത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് അരിച്ചെടുക്കണേ. തക്കാളി നമ്മൾ എത്ര വേവിച്ചാലും അരച്ചാലും അതിൽ കുരുവൊന്നും അങ്ങനെ പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതിൽ പൊടിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്കത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടേക്കുന്നത്. ഇതാകുമ്പോൾ ചെറിയൊരു എരിവേ വരുവുള്ളൂ. നമുക്ക് സോസിന് നല്ല കളറും കിട്ടും. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ വെള്ളമായും എല്ലാം പോയി നല്ല രീതിയിലൊന്ന് കുറുകി വരണം. സോസ് നമുക്കറിയാമല്ലോ, ആ ഒരു രീതി ആകുന്നതോടെ വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ അത് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും നമ്മൾ അടുത്ത വീഡിയോ ആക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.